നമസ്കാരം. എറണാകുളത്താണുള്ളത്. അതായത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ, അതായത് മെയിൻ എൻട്രൻസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ആക്ച്വലി ഇപ്പോൾ പണിയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നുണ്ടോ എൻട്രൻസ് ടു പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്ന വഴി അങ്ങോട്ടാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങളുണ്ടോ, അൺറിസർവ്ഡ് ആയിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറാണ് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ അഥവാ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. ആക്ച്വലി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻ യാത്ര ഇന്ന് ആരംഭിക്കുന്നത്. അതായത് നമ്മുടെ എറണാകുളം സൗത്തിൽ നിന്ന് ഒരു ചെറിയ ട്രെയിൻ യാത്രയാണ്. കാരണം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് എറണാകുളം ജില്ല വരെ എല്ലാ കൊച്ചു സ്റ്റേഷൻസും കവർ ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്ത് തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു ഭാഗം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ആ ഒരു ഭാഗം ക്ലിയർ ആക്കാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിന്ന് ക്യാപ്ഷൻ വായിച്ച കണക്ക് വെറും 20 രൂപയ്ക്ക് ഒരു അടിപൊളി സ്ലീപ്പർ ക്ലാസ് യാത്ര എന്ന് പറഞ്ഞതിൻ്റെ ക്യാപ്ഷൻ്റെ ഒരു പൊരുൾ എന്തുവാണെന്ന് ഞാൻ അകത്തോട്ട് കയറിയിട്ട് നമ്മുടെ ട്രെയിനെ പറ്റി പറയുമ്പോഴും പിന്നെ നമ്മുടെ പൊതുവേ നമ്മുടെ നാട്ടിലോടുന്ന, അതായത് നമ്മുടെ കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകളുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, എല്ലാം കൂടെ ഉദ്ദേശിച്ചിട്ട് ഞാൻ ഇട്ട ഒരു ക്യാപ്ഷനാണ്. അതിൻ്റെ ഒരു പൊരുൾ ഞാൻ അകത്തോട്ട് കയറി നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിനിൻ്റെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ പറയത്തില്ലേ, അപ്പം ഞാൻ പറയാം. അപ്പോൾ ദേ പോകുന്നത് നേത്രാവതി എക്സ്പ്രസ് ആണ്. ഇപ്പം സമയം എത്രയായി? സമയം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു ചായ കുടിക്കണം. നമ്മുടെ ട്രെയിൻ 4 മണിക്കാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1ൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നിങ്ങളിത് ഈ കാൽനട മേൽപ്പാലം കണ്ടോ, 2, 3, 4, 5, 6 പോകുന്ന പ്ലാറ്റ്ഫോം, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഈ ഒരു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥലം, നമ്മുടെ ഈ റോഡ് കഫേ. ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിക്കുന്നത്. നമ്മുടെ ബ്രോ നമുക്ക് വേണ്ടിയിട്ടുള്ള ചായ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ. ഇതേ കണ്ടില്ലേ, ചായക്ക് 15 രൂപ, കോഫി 20 രൂപ, ഹോർലിക്സ് 30, ബൂസ്റ്റ് 30. ടീ ആണേ, ഹോർലിക്സ് ടീ, ബൂസ്റ്റ് ടീ 30. എന്തായാലും നമ്മളിപ്പോൾ ഒരു ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ. നമുക്കുള്ള ചായ ഇതാ വന്നിട്ടുണ്ട്. 15 രൂപയാണ് ചായ. മുമ്പ് എറണാകുളത്ത് നിന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇവിടെ വന്നിരുന്നായിരുന്നു ഞാൻ ചായ കുടിക്കാറ്. അതുകൊണ്ട് ഈ വട്ടം അങ്ങനെ തന്നെ ദേ ഒരു ചായ മേടിച്ചിട്ടുണ്ട്. അതിനുമുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നിങ്ങളടുത്ത് പറയണ്ടേ, അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ ഈ വന്നത് ആരാന്നറിയോ, ഇത് നമ്മുടെ ഗാന്ധിധാം ഹംസഫർ എക്സ്പ്രസ് ആണ്. ട്രെയിൻ നമ്പർ 20923. തിരുനെൽവേലിയിൽ നിന്ന് ഗാന്ധിധാം ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് പോകേണ്ടുള്ള ട്രെയിൻ ഒരു 4 മണിക്കാണ്. പ്ലാറ്റ്ഫോം നമ്പർ 5ലാണ്. അവിടെ എത്തിയിട്ട് നമ്മുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം നല്ല വിശദമായിട്ട്. ഇന്ന് ആക്ച്വലി ഒരുപാടൊന്നുമില്ല, ഒരു കൊച്ചു വീഡിയോ ആണ്, കൊച്ചു ട്രെയിൻ ജേണിയാണ്. കുറച്ച് കുഞ്ഞു നല്ല ഭംഗിയുള്ള സ്റ്റേഷൻസൊക്കെ കവർ ചെയ്ത് നമ്മളങ്ങ് ക്ലിയർ ആക്കും. അപ്പോൾ അതേ നമ്മുടെ ഗാന്ധിധാം ഹംസഫർ എക്സ്പ്രസ് അങ്ങോട്ട് പോയതിന് ശേഷം അടുത്തൊരു ട്രെയിൻ വന്നിരിക്കുന്നത് നമ്മുടെ ഷാലിമർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഷാലിമർ വരെ പോകുന്ന ട്രെയിനാണ്. ട്രെയിൻ നമ്പർ 22641. അത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഏതാ നമ്മുടെ ഷാലിമർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. പ്ലാറ്റ്ഫോം നമ്പർ 1ലാണ്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അത് മാത്രമല്ല അതിൻ്റെ അടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടാലേ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്യാണ്. ആസ് എ റെയിൽ ഫാൻ, ഒരു കട്ട റെയിൽ ഫാൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം, കൂടെ കട്ടയ്ക്ക് നിൽക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇതേണക്ക് കുഞ്ഞു ട്രെയിൻ ജേണീസും വലിയ ട്രെയിൻ ജേണീസൊക്കെ ഭാവിയിൽ ചെയ്യണമല്ലോ. അപ്പം ഞാൻ അതിനു മുമ്പ് ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. ഞാൻ കൊല്ലത്തു നിന്നാണ് വന്നത്. കൊല്ലത്ത് നിന്ന് ട്രെയിൻ നമ്പർ 06778 ഒരു കൊല്ലം എറണാകുളം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ഉണ്ട്. അത് ആഴ്ചയിൽ ബുധനാഴ്ചയില്ല, ബാക്കി എല്ലാ ദിവസവും. അതൊരു രാവിലെ 11 മണിക്ക് കൊല്ലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു 2:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ എറണാകുളം ജംഗ്ഷൻ അഥവാ എറണാകുളം സൗത്തിൽ എത്തിച്ചേരും. ആ ട്രെയിനിലാണ് ഞാൻ ഇവിടെ വന്നത്. അതേപോലെ തന്നെ പിന്നെ ഞാൻ ഈ ക്യാപ്ഷൻ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിൽ ഇനിയിപ്പോൾ ഏത് ജില്ലയിലാണെങ്കിലും ഈ ലോ പ്രയോറിറ്റി വണ്ടികളുണ്ടല്ലോ, നമ്മുടെ മെമു ട്രെയിനുകളായാലും. ഇപ്പോൾ ഞാൻ മെമു ട്രെയിനിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവൻ്റെ വന്ദേ ഭാരത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോലത്തുള്ള സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന വണ്ടികളാണ്. മെമു ആയാലും അൺറിസർവ്ഡ് ആയിട്ടുള്ള ട്രെയിനാണെങ്കിലും. നമ്മൾ ഇന്ന് അൺറിസർവ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ വെറും 20 രൂപയ്ക്ക് ഒരു സ്ലീപ്പർ ക്ലാസ് യാത്ര ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രയോറിറ്റി ഉള്ള നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി ആണെങ്കിലും കോഴിക്കോട് ജനശതാബ്ദി ആണെങ്കിലും ഇപ്പം ഞാൻ ഇട്ടായിരുന്നല്ലോ നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി. ഇത് കണ്ടോ, പ്ലാറ്റ്ഫോം നമ്പർ 1ൽ നിന്ന് നമ്മുടെ വെറും 150 മീറ്ററേ ഉള്ളൂ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 5ലാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസ്, കേരളത്തിലൂടെ ഓടുന്ന ജനശതാബ്ദി എക്സ്പ്രസ്സിന് 170 രൂപ അല്ലെങ്കിൽ അതിന് മേലെ ടിക്കറ്റ് ഉള്ളൊരു ട്രെയിനിൻ്റെ കണ്ടീഷൻ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കണ്ടതാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സാധാരണക്കാർക്ക് അഡ്ജസ്റ്റബിൾ ആവാൻ പറ്റിയ, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നൊരു നല്ല കാര്യമാണോ അത്? ഒരിക്കലുമല്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാനുള്ള ഇത്രയും ലോങ് ജേർണി. നിങ്ങൾ ആ സീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റും സ്ഥിരയാത്രക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതേപോലത്തുള്ള അൺറിസർവ്ഡ് മെമു ട്രെയിനിലും യാത്ര ചെയ്യാനേ നമ്മളെപ്പോലത്തുള്ള സാധാരണക്കാർക്ക് യോഗമുള്ളൂ, അത് കംഫർട്ടബിളായിട്ട്. ഇതൊരു സത്യാവസ്ഥ തന്നെയാണ്.
നിങ്ങളിത് ഈ ട്രെയിൻ കണ്ടോ, ഇത് ട്രെയിൻ നമ്പർ 06015 ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യലാണ്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് 57 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ആലപ്പുഴയിൽ പോകുന്നുണ്ട്. വൈകിട്ട് 4 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ 5:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ആലപ്പുഴയിലേക്ക് എത്തിച്ചേരും കേട്ടോ. അപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ ഒരു ട്രെയിൻ ജേർണി നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതായത് ഈ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വരെ പോകുന്ന ഈ ഒരു സ്റ്റേഷൻസ് നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടില്ല. കുറച്ച് കുഞ്ഞു സ്റ്റേഷൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇത് ഫുള്ള് കവർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതായത് എല്ലാ സ്റ്റേഷനും നിങ്ങളെ കാണിച്ച് ഇന്ന് നമ്മൾ എന്തൊക്കെ കാണുന്നു, ഏതൊക്കെ ട്രെയിൻ ക്രോസ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടോ അതൊക്കെ നിങ്ങളെ കാണിക്കണം. ലേഡീസിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളൊക്കെ കോച്ചസൊക്കെ ഉള്ള അത് ഞാൻ എടുത്തു പറഞ്ഞ കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള എല്ലാം ഉള്ളൊരു അൺറിസർവ്ഡ് ആയിട്ടുള്ളൊരു ട്രെയിൻ. ടിക്കറ്റ് ചാർജ് വരുന്നത് 20 രൂപയാണ്. നമുക്കിനി അകത്തോട്ട് കയറി ഇൻറ്റീരിയേഴ്സ് ഒക്കെ നോക്കാം. ഇതാണ് എൻ്റെ സീറ്റ്. സൈഡ് സീറ്റിലാണ് നമ്മൾ എപ്പോൾ യാത്ര ചെയ്താലും സൈഡ് സീറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇൻറ്റീരിയേഴ്സ് ആയി കണ്ടില്ലേ, അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റാണ്. ഇനി ബാത്റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതിന് മുമ്പേ ചാർജിങ് ബോർഡ്സ് ഉണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ചാർജിങ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ബാത്റൂം സീൻസൊക്കെ ഒന്ന് നോക്കാം. ബാത്റൂമും അത്യാവശ്യം ക്ലീനാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ബാത്റൂമിൻ്റെ കാര്യത്തിൽ നമുക്ക് റെയിൽവേ കുറ്റം പറയാൻ പറ്റത്തില്ല. പകുതി പാസഞ്ചേഴ്സിൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ എന്തായാലും ട്രെയിൻ ഇപ്പം എടുക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാവേ. അങ്ങനെ ഓൺ ടൈമേ കറക്റ്റ് 4 മണിക്ക് തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 5 നിന്ന് നമ്മുടെ ട്രെയിനായ ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ എടുത്തേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ബാത്റൂമിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഏത് ട്രെയിനിലെ യാത്ര ആയിക്കോട്ടെ, ബാത്റൂംസിന് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിൽ പകുതി നമ്മൾ പാസഞ്ചേഴ്സിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ക്ലീൻ ആക്കണം എന്ന് വെച്ചാൽ യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ യൂസ് ചെയ്യാൻ ഉള്ളതാണ് എന്നുള്ളൊരു ചിന്തയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതേ കണക്ക് നമ്മുടെ സാധാരണക്കാർക്ക് യാത്ര ചെയ്യാനായിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് മെമു ട്രെയിനും ഇതേ കണക്കത്തെ അൺറിസർവ്ഡ് ട്രെയിനുമാണ്. ഈ വലിയ പ്രയോറിറ്റി ഉള്ള ജനശതാബ്ദി എക്സ്പ്രസിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾ കണ്ടതാണ്. കോച്ചസൊക്കെ വെറും പഴഞ്ചൻ എന്ന് പറഞ്ഞാൽ വെറും പഴഞ്ചൻ. വയ്യാത്തവർ പോലും എന്തെങ്കിലും അസുഖം, അതായത് ഇപ്പോൾ ഒരു അസുഖം ഇല്ലാത്തവർ പോലും എന്തെങ്കിലും അസുഖം വരും അങ്ങനത്തെ ട്രെയിനിൽ യാത്ര ചെയ്താൽ. അതായത് ഈ വലിയ പ്രയോറിറ്റി ഉള്ള ട്രെയിനിൽ യാത്ര ചെയ്താൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇത്രയും രൂപ സാധാരണക്കാർ കൊടുത്ത് യാത്ര ചെയ്യുന്ന അതിൻ്റേതായ ഒരു നമുക്കൊന്നും കിട്ടുന്നില്ല. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഒരു ദൂരയാത്ര നമുക്ക് പെട്ടെന്ന് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് മൈസൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ടിക്കറ്റ് കിട്ടും. നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. സാധാരണക്കാർ എന്തോ ചെയ്യും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ വെയിറ്റ് ലിസ്റ്റ് ആയിരിക്കും. അതേസമയത്ത് തത്കാലം നോക്ക് ടിക്കറ്റ് അവൈലബിലിറ്റി ആയിരിക്കും. സാധാരണക്കാട്ടി കുറച്ചുകൂടെ നോക്കണം. ഇനി തത്കാലം കിട്ടിയില്ലെങ്കിലോ പ്രീമിയം തത്കാലം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനാണേലും സാധാരണക്കാരൻ്റെന്ന് കാശ് കീറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിയൊക്കെ അറിഞ്ഞു വെച്ചതുകൊണ്ട് അപ്പോൾ അത് ഏതോ ഒരു സാധനം പാസ്സാകും. ചമ്പക്കര കനാലാണ് ഈ പാസ് ചെയ്ത് പോകുന്നത്. അടിപൊളിയില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ റൂട്ടിൽ മുമ്പ് യാത്ര ചെയ്തവരൊക്കെ കാണുമായിരിക്കും നിങ്ങൾ ആരെങ്കിലുമൊക്കെ. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ടുള്ള മെയിൻ കാരണം. കുറച്ച് സ്റ്റേഷൻസ് 57 കിലോമീറ്റർ ഉള്ളൂ, ഇപ്പം തീരും. നമ്മളെല്ലാ സ്റ്റേഷനും കവർ ചെയ്ത് അടിപൊളിയായിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അടിപൊളി കാഴ്ചയല്ലേ, നല്ല രസമുണ്ട് കേട്ടോ വൈകുന്നേരം കാറ്റൊക്കെ കൊണ്ടിങ്ങനെ പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയൊക്കെ ആയാലും സാധാരണക്കാരൻ്റെ നിന്ന് കാശ് പോകുന്നുള്ള ഒരു ഉറപ്പാണ്. ആകപ്പാട് മുതലാക്കാൻ പറ്റിയത് ഇതേ കണക്കത്തെ അൺറിസർവ്ഡ് ആയിട്ടുള്ള ട്രെയിനും മെമു ട്രെയിനും മാത്രമാണ്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു വലിയ വണ്ടിക്ക് നമുക്ക് സ്പോട്ടി ടിക്കറ്റ് കിട്ടുമോ? നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പ്രീമിയം തത്കാലം ഇരട്ടി പൈസ കൊടുത്തിട്ടായാലും നമ്മൾ ടിക്കറ്റ് എടുക്കും. ഇല്ലെങ്കിൽ അത് ഫുള്ള് വെയിറ്റിംഗ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അടുത്ത നമ്മുടെ ആദ്യത്തെ സ്റ്റേഷൻ എത്തി വരുന്നുണ്ട് കേട്ടോ. കുമ്പളം എന്ന് പറയുന്ന സ്റ്റേഷനാണ്. അപ്പോൾ കുമ്പളം സ്റ്റേഷനാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നെയിം ബോർഡ് കണ്ടില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. കുമ്പളം എറണാകുളം ജില്ലയിലെ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്നൊരു തുരുത്ത് ഗ്രാമമാണ് കുമ്പളം. നമ്മളിനി വേമ്പനാട്ട് കായലേക്കാണ്. ഇപ്പം കുറേ കായലത്തീരമൊക്കെ കണ്ടല്ലോ. ടൂറിസം സാധ്യതകൾ ഏറെയുള്ളൊരു ഗ്രാമമാണ് ഈ കുമ്പളം. നല്ല ഭംഗിയുണ്ട് ഇങ്ങോട്ട് വന്ന റൂട്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് മൈസൂരോ അല്ലെങ്കിൽ നമുക്ക് ലോങ് പോകുന്ന എവിടെയെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. ഒരു 100, 50, 70 അങ്ങനെയൊക്കെ ഒരുപാട് വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രീമിയം തത്കാലോ പ്രീമിയം തത്കാലോ എടുക്കും. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകൾ കണ്ടല്ലോ കുമ്പളം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ കുമ്പളം റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഒരു കുട്ടി അവിടെ നിന്ന് കൊടിയൊക്കെ കാണിച്ചിങ്ങനെ നിൽപ്പുണ്ട്, പച്ചക്കൊടി. ട്രെയിൻ വരുന്നുണ്ട്. ഏതാ ട്രെയിനാണ് വരുന്നതെന്ന് നോക്കാം. ക്രോസിംഗ് ആണ്. ട്രെയിൻ നമ്പർ 22640. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ക്രോസ് ചെയ്ത് പോവുകയാണ്. എറണാകുളം ജംഗ്ഷനിലോട്ട് പോകുമായിരിക്കും തന്നെ, അല്ലാതെ ഇവിടെ പോകാനാണ്. അപ്പോൾ ആ ട്രെയിൻ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ എറണാകുളത്തെ കുമ്പളം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറ, ഞാനിട്ട ക്യാപ്ഷനിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? ഇതേ കണക്കത്തുള്ള അൺറിസർവ്ഡ് ആയിട്ടുള്ള ട്രെയിനും മെമു ട്രെയിനും ഒക്കെ നമ്മളെ പുറത്തുള്ള സാധാരണക്കാർക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട്
മറ്റുള്ള ട്രെയിൻ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കിത് സ്വർഗ്ഗമാണ്. നമ്മുടെ ഈ അൺറിസർവ്ഡ് ആയിട്ടുള്ള ട്രെയിനും മെമു ട്രെയിൻസുകളൊക്കെ എല്ലാ ജില്ലയിലും. കേരളത്തിലിപ്പം ഞാൻ കൊല്ലക്കാരനായതുകൊണ്ട് കൊല്ലം മാത്രം പറയുന്നില്ല, എല്ലാ ജില്ലയിലും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ എന്ന് ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. എന്നിരുന്നാലും ഇപ്പോൾ പഴയ ടിക്കറ്റ് നിരക്ക് ആക്കിയിട്ടുണ്ടല്ലോ എല്ലാ ടിക്കറ്റ് നിരക്കുകളും, അതായത് കോവിഡിന് മുമ്പ് ഉള്ള നമ്മുടെ എല്ലാ ടിക്കറ്റ് റേറ്റും അതേ കണക്കാക്കിയല്ലോ. കോവിഡ് വന്നു പോയതിന് ശേഷം എല്ലാം കൂട്ടിയിട്ട് പിന്നെ അതെന്തായാലും ഇപ്പോൾ കുറച്ചത് നമ്മളെ പോലത്തുള്ള സാധാരണക്കാർക്ക് എന്നിരുന്നാലും ഗുണമായിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്തത്. കൊള്ളായില്ലേ, നൈസ് ഒരു സ്പോട്ട്. ഇത് താറാവ് കൃഷിയാണെന്ന് തോന്നുന്നു. താറാവുകൾ ഇഷ്ടം പോലെ ആ കുമ്പള റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ്. ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടില്ലേ നിങ്ങൾ? നോക്ക്, അടിപൊളിയില്ലേ ഇത്? അയ്യോ, ഇഷ്ടം പോലെ ഒരു ഫുൾ ഇത് എത്ര ഉണ്ടെന്ന് അറിയാൻ പോയില്ല, എത്ര സെൻറ്റ് ഉണ്ടെന്ന് അറിയാൻ പോയി. ഇതിനകത്ത് ഫുൾ അത് തന്നെ കേട്ടോ. കുറച്ച് ഫ്രണ്ടിലോട്ട് ഒരു ബ്രോ ഊഞ്ഞാലാടി വൈബ് ആവുന്നു അവിടെ. അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. നമ്മളെ ഇന്ത്യൻ റെയിൽവേയുടെ കുറച്ച് കാര്യങ്ങൾ കുറ്റം പറയുമല്ലോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുറ്റം പറയുകയാണെന്ന്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ന്യായമായ കാര്യമല്ലയോ ഞാൻ പറയുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല സങ്കടമുണ്ട്. ആസ് എ റെയിൽ ഫാൻ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ആ കഴിഞ്ഞ ജനശതാബ്ദിയിലെ യാത്രയുണ്ടല്ലോ, അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മോ സീൻ അടിപൊളി. നമ്മുടെ വേമ്പനാട് കാല അടിപൊളി, ഒരു രക്ഷയില്ല, ഇങ്ങനെ കിടക്കുന്നു നീണ്ട്. അപ്പോൾ ആ ജനശതാബ്ദിയുടെ ആ സങ്കടം ഒന്ന് തീർന്നു കിട്ടിയത് കണ്ടപ്പം. എന്നിരുന്നാലും അടിപൊളിയില്ല, അയ്യോ സീൻ. കുറച്ചുകൂടെ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ട്രെയിൻ ജേണി ആയിരുന്നു ഇത്. പക്ഷെ അന്ന് ചിലപ്പോൾ ടിക്കറ്റ് നിരക്ക് കുറച്ചില്ലായിരുന്നു, അത് വേറെ കാര്യം. നീ ഇപ്പുറ സൈഡിലോട്ട് നോക്കാം, ഇപ്പോൾ ഡോർ അടഞ്ഞു പോയാൽ നല്ല കാറ്റുണ്ട്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായ കാറ്റ്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് 20 രൂപയ്ക്കൊക്കെ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യം. എനിക്കല്ലെങ്കിലും പണ്ടേ ഈ കൊച്ചു റെയിൽവേ സ്റ്റേഷൻസ് ഉള്ള ട്രെയിനുകളൊക്കെ കവർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതാണ് ഞാൻ തേടി പിടിച്ച് വന്നത്. ഇത് ആക്ച്വലി മിസ് ചെയ്തൊരു സാധനമാണ്, നമുക്ക് പക്ഷെ കിട്ടി. അടുത്ത സ്റ്റേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അടിപൊളിയില്ലേ, ഇപ്പുറത്തെ സൈഡിൽ ആ സ്റ്റേഷന് തൊട്ട് മുമ്പുള്ള ഇത് കുളമോ തടാകമോ എന്തുവാണേലും കൊള്ളാം. അരൂർ എന്ന് പറയുന്ന സ്ഥലം, അത് നമ്മുടെ ആലപ്പുഴ ജില്ല കയറിയിട്ടുണ്ട്. അതായത് ആലപ്പുഴ ജില്ലയിലെ വടക്കേ അറ്റത്താണ് അരൂർ. നമ്മുടെ ഈ അരൂർ കുമ്പളം പാലം നീളം കൂടിയ രണ്ടാമത്തെ പാലമാണ്. പിന്നെ ഈ ആലപ്പുഴ ജില്ലയിലെ സമുദ്രോൽപ്പന്ന കേന്ദ്രം കൂടിയാണ് നമ്മുടെ അരൂർ എന്ന് പറയുന്ന സ്ഥലം. നമ്മളിപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വന്ന പ്ലാറ്റ്ഫോം. ഇപ്പുറത്തെ സൈഡ് ഞാൻ കൊണ്ടുപോയി കാണിക്കാം, അകത്തോട്ട് കയറാം. അപ്പുറത്ത് കാണിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. ഒന്നുമില്ല കണ്ടോ, ഒരു കൊച്ചു കുളമാണോ എന്തോ ആണോ എന്നറിയത്തില്ല, സംഭവം എന്തോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വലിയ താമസമൊന്നുമില്ല. ഇപ്പോൾ ആ കുമ്പളമാണെങ്കിലും ഈ അരൂരാണെങ്കിലും 1 മിനിറ്റ് പോലും തികച്ചിട്ടില്ല, അപ്പോഴേ അങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ നമ്മൾ പോകുന്ന ട്രെയിൻ ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ. 57 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളേ. അത് നിങ്ങൾ ആലോചിക്കണം. വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമുള്ള എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആലപ്പുഴ വരെ പോകുന്ന ഒരു കുഞ്ഞൻ ട്രെയിൻ, അൺറിസർവ്ഡ് ആയിട്ടുള്ള 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതിലാണ് നമ്മുടെ ഇന്നത്തെ യാത്രാ വിശേഷങ്ങളും നമ്മൾ കാണുന്ന കാഴ്ചകളും പിന്നെ നമ്മുടെ കുറച്ച് സങ്കടങ്ങളും പറയുന്നത്. ഈ ജനശതാബ്ദിയുടെയൊക്കെ നമ്മളെ കാര്യങ്ങൾ പറയുന്നത് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയല്ല, പകുതി സങ്കടം പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആ സങ്കടം പറഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ നെയിം ബോർഡ് എടുക്കാൻ പറ്റില്ല. ഏത് സ്റ്റേഷനാണെന്നറിയോ? ഏഴുപുന്ന അങ്ങനെ കണ്ടല്ലോ. ഏഴുപുന്ന കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ ഒരു ഗ്രാമമാണ് എഴുപുന്ന എന്നാണോ ഏഴുപുന്ന എന്നാണോ എന്ന് അറിയാൻ മേല. നെയിം ബോർഡ് ഞാൻ വായിച്ചില്ല. നമ്മൾ എന്തായാലും അപ്പുറത്തോട്ട് പോകുമ്പോൾ നോക്കാം. ഇപ്പുറ സൈഡ് ഒന്നുമില്ല, കണ്ടല്ലോ. 2 സൈഡ് നിങ്ങൾ കണ്ടില്ലേ? ഇപ്പം പാസഞ്ചർ ട്രെയിനുകൾ മാത്രം നിർത്തുന്ന ഒരു കുഞ്ഞൻ സ്റ്റേഷൻ. വേണ്ട നെയിം ബോർഡ് വരുന്നുണ്ട്. അടുത്ത് എന്നിട്ട് വായിച്ചപ്പോൾ എ ആണോ നോക്കാം. വെയിറ്റ് എഴുപുന്ന. യെസ്, അങ്ങനെ 3ാമത്തെ സ്റ്റേഷനിലായിരുന്നു ഇത്. ആദ്യം ഏതായിരുന്നു? നമ്മുടെ കുമ്പളം, പിന്നെ അരൂര്, എഴുപുന്ന. ഇപ്പോൾ അതേ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയായിരുന്നു അടുത്ത സ്റ്റേഷൻ. വലിയ താമസമൊന്നുമില്ലായിരുന്നു. തുറവൂർ. ആലപ്പുഴ ജില്ലയിലെ ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ഈ തുറവൂർ. 2 പ്ലാറ്റ്ഫോമും 2 ട്രാക്കുകളൊക്കെ ഉള്ള 35 വർഷത്തെ പഴക്കേ ഉള്ളൂ. 1989 തുറന്ന് പ്രവർത്തിച്ചത്. അപ്പോൾ വലിയ താമസമൊന്നും ഇല്ലാതെ തന്നെ തുറവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം സൈഡിൽ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ കയറാനുണ്ട്. ഇപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ നേരെ ആലപ്പുഴ എത്തത്തില്ലേ? ആലപ്പുഴയിൽ നിന്നൊരു മെമു ഉണ്ട് കൊല്ലത്തോട്ട്, അത് കണക്ട് ചെയ്തങ്ങ് വീട്ടിൽ പോകാനുള്ള സെറ്റപ്പ്. മനസ്സിലായ? അപ്പോൾ ഈ ഒരു ട്രെയിൻ ജേണിക്ക് വേണ്ടിയിട്ട് മാത്രം എറണാകുളം ജംഗ്ഷനിൽ വന്നതാണ്. ഇത് കാണിക്കാനും ഈ കുറച്ച് സ്റ്റേഷൻസ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നമുക്കെന്തായാലും വലിയ യാത്രകൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് മിസ്സായി പോകരുതല്ലോ. പിന്നീട് ആരും പറയരുത് ഇങ്ങനൊരു ട്രെയിൻ ജേണി നമ്മൾ മിസ് ചെയ്ത് പോയെന്ന്. അതിനു മുമ്പേ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി തുറവൂർ നെയിം ബോർഡ് കാണാം.
ഇതേ കണ്ടില്ലേ, തുറവൂർ റെയിൽവേ സ്റ്റേഷനും വിടാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തൊട്ടടുത്തടുത്തായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. കുറച്ച് ദൂരം ഓടി വന്നപ്പോഴത്തേക്കും അടുത്ത റെയിൽവേ സ്റ്റേഷൻ വന്നതുണ്ടോ, നമ്മുടെ വയലാർ റെയിൽവേ സ്റ്റേഷനാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ ഒരു ഗ്രാമമാണ് നമ്മുടെ വയലാർ. ചേർത്തലയിൽ നിന്നൊരു 5 കിലോമീറ്റർ അകലെയാണ് വയലാറെ. അപ്പോൾ അതെ ഇതാണ് കാഴ്ച ഇവിടുത്തെ. അപ്പുറത്ത് കാട് മാത്രമായിരിക്കും, കണ്ടില്ലേ. കുഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, വലിയ താമസമില്ലാതെ തന്നെ ഇവിടുന്ന് അടിക്കുകയും ചെയ്തു വണ്ടി. അതേപോലെ തന്നെ പ്രസിദ്ധമായ വേമ്പനാട് കായലിൻ്റെ ഭാഗമായ വയലാർ കായലാണ് കിഴക്കതിരുകൾ. പിന്നെ അതേപോലെ നമ്മുടെ വയലാർ രാമവർമ്മയെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അതേപോലെ തന്നെ വയലാർ ശരത്ചന്ദ്രവർമ്മ, ഒരു വയലാർ രവി, ഇതൊക്കെ ഈ വയലാറുള്ളവരാണ്, വലിയ വലിയ ആൾക്കാരാണേ. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ 5 സ്റ്റേഷൻസ് കഴിഞ്ഞു, അതായത് 5 കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ വരുന്നത് അടുത്ത 6ാമത്തെ സ്റ്റേഷനാണ്. ടോട്ടൽ ഒരു 9 ഒരു 10 11 അത്രയേ ഉള്ളൂ. ആലപ്പുഴയും കൂടെ കൂട്ടി 11 ആവും. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ അതെ നിങ്ങൾക്ക് നെയിം ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ അങ്ങ് ദൂരെയായിട്ട്? അടുത്തൊരു സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുക. അത് ഏത് സ്റ്റേഷനാണെന്ന് പറയാമോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 6ാമത്തെ സ്റ്റോപ്പാണിത്. ആലപ്പുഴ ജില്ലയിലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ. 3 പ്ലാറ്റ്ഫോമും 5 ട്രാക്കുകളൊക്കെയുള്ള നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. 1989 ഈ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു 35 വർഷത്തോളം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്നതിൽ, അതായത് പ്ലാറ്റ്ഫോംസിൻ്റെ കാര്യമാണെങ്കിലും ട്രാക്കുകളുടെ കാര്യമാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ തുറന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതെനിക്ക് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ എനിക്കും അതൊരു അറിവായിരിക്കും, ഇവിടെ നമ്മളെ വീഡിയോ കാണാൻ വരുന്നവർക്കും അത് ചിലപ്പോൾ ഒരു അറിവായിരിക്കും. തെറ്റുകൾ എപ്പോഴും തിരുത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. അപ്പം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്, അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് നിങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആസ് എ റെയിൽ ഫാൻ എനിക്കത് സന്തോഷമേ ഉള്ളൂ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്തായാലും അതെന്നെ പറഞ്ഞ് തിരുത്തണം. അത് നല്ല കാര്യം തന്നെയാണ്. എല്ലാവരോടുമായിട്ടാട്ടോ പറയുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളെ 7ാമത്തെ സ്റ്റേഷനല്ലേ, ഇപ്പോൾ അടുത്ത് തന്നെ എത്തും. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അടുത്ത സ്റ്റേഷനും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ തെറ്റ് ഞാനിനി എന്ത് പറഞ്ഞാലും അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് ബാക്കി ട്രെയിൻ യാത്രയിലോട്ട് പോകാം. ഇതേ അടുത്ത സ്റ്റേഷനാണ്. ഇത് നമ്മുടെ തിരുവിഴ സ്റ്റേഷനാണ്. തിരുവിഴ ഒരു കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷനാണ് തിരുവിഴ. അകത്ത് കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡിലൊന്നുമില്ല. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ തിരുവിഴ. പ്രസിദ്ധമായ തിരുവിഴ മഹാദേവ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാഗസ്വര വിദ്വാനുണ്ടല്ലോ, തിരുവിഴ ജയശങ്കറിൻ്റെ ജന്മദേശം കൂടിയാണ് തിരുവിഴ. ഇതേ കണ്ടില്ലേ നെയിം ബോർഡ്, പാസ് ചെയ്ത് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഇത് നമ്മുടെ 7ാമത്തെ ആയിരുന്നു സ്റ്റോപ്പ്. എറണാകുളത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ 7ാമത്തെ സ്റ്റോപ്പായ തിരുവിഴ റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുകയാണ്. അതേപോലെ തന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ജോലി കഴിഞ്ഞ് വരുന്നവരും കോളേജ് കഴിഞ്ഞ് വരുന്നവരും സ്റ്റുഡൻസും ഒക്കെ തന്നെയാണ് ഇതിൽ മിക്കത്. അപ്പോൾ ഇനിതേ ഒരു റെയിൽവേ ഗേറ്റായി കഴിഞ്ഞ് അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. അടുത്തതും ആലപ്പുഴ ജില്ലയിലെ മറ്റൊരു റെയിൽവേ സ്റ്റേഷനായ മാരാരിക്കുളമാണ്. നമ്മുടെ എറണാകുളം കായംകുളം തീരദേശ റെയിൽവേ ലൈനിലെ ഒരു മൈനർ സ്റ്റേഷനാണ് ഈ സ്റ്റേഷൻ. ഏതാ? നമ്മുടെ മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനെ 2 പ്ലാറ്റ്ഫോമും 2 ട്രാക്കുകളൊക്കെയുള്ള 1989 തന്നെ 35 വർഷം മുമ്പ് പഴക്കമുള്ള, അതായത് സേവനം ആരംഭിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഏത്? മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനെ. അതേപോലെ തന്നെ മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷൻ 1989 ഒക്ടോബർ 16-ന് തുറന്ന എറണാകുളം സൗത്ത് ആലപ്പുഴ തീരദേശ തീവണ്ടിപ്പാതയുടെ കീഴിലാണ് ഇത് വരുന്നത്. അപ്പോൾ പിന്നീട് 1992, അതായത് 1999 ഒക്ടോബറിൽ കഴിഞ്ഞിട്ട് പിന്നീട് 1992 കായംകുളത്തേക്ക് ഈ റെയിൽവേ ലൈൻ നീട്ടുകയും ചെയ്തു. ട്രെയിനുകൾ പലപ്പോഴും അനിയന്ത്രിതമായി സ്റ്റോപ്പുകൾ എടുക്കുന്ന സിംഗിൾ ലൈൻ ക്രോസിങ്ങിൻ്റെ പ്രധാന പോയിന്റ് കൂടിയാണ് ഈ സ്റ്റേഷൻ. ഏതാ? നമ്മുടെ മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഏകദേശം ഒരു രൂപം പിടി കിട്ടിയില്ലേ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ? അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ പറയില്ലേ, ഞാൻ പറഞ്ഞില്ലേ, അറിവുകൾ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പം ഞാൻ ചിലപ്പോൾ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാകും പറയുന്ന. അപ്പോൾ എന്നെക്കാട്ടി കൂടുതൽ അറിവുള്ളവർ ചിലപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അവർക്ക് കമൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ക്യാപ്ഷനിൽ നിങ്ങൾക്ക് ഞാൻ ഞാനിട്ട ഈ ക്യാപ്ഷനിലും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ തംബ്നെയിലിൽ, യൂട്യൂബ് ചാനലാണെന്ന്, നമ്മളെ ഈ വീഡിയോയുടെ തംബ്നെയിലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും
ഞാൻ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് തെറ്റാണെങ്കിൽ അത് പറ. അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്, നമ്മുടെ കലവൂർ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾ നെയിം ബോർഡ് കണ്ടു കാണുമല്ലോ, ഇത് നമ്മുടെ 9ാമത്തെ സ്റ്റോപ്പാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നൊരു 9 കിലോമീറ്റർ. ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ബിസ്ക്കറ്റും വെള്ളം കൂടെ മിക്സ് ചെയ്ത് കുടിച്ചായിരുന്നു, അതിൻ്റെ എമ്പൊക്കെ വന്നു തോന്നുന്നു, ഗ്യാസ് വന്നതേ, ക്ഷമിക്കും. ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്നൊരു ഗ്രാമപ്രദേശമാണ്. ഏതാ? നമ്മുടെ കലവൂർ. അപ്പോൾ അവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതേ ഒരു പുരാവസ്തു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടുത്തെ ടോയ്ലറ്റ് അങ്ങ് കണ്ടാന്ന് തോന്നുന്നു, ഭാർഗവി നിലയം പോലെ ആയി കിടപ്പുണ്ട് അവിടെ. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും 1 മിനിറ്റ് കൂടുതൽ ഇടാറില്ല, 1 മിനിറ്റ് തികച്ചിടാറില്ല. പിന്നെ വല്ല ട്രെയിൻ ക്രോസിംഗ് ഉണ്ടെങ്കിൽ മാത്രം അറിയാമല്ലേ, ലോ പ്രയോറിറ്റി വണ്ടികളുടെ ഒരു ഇത്. എന്നിരുന്നാലും ഈവൻ സാധാരണക്കാരുടെ വന്ദേ ഭാരത് തന്നെയാണ്. ഇതേ അങ്ങനെ കലവൂർ റെയിൽവേ സ്റ്റേഷനെ കണ്ട് നിങ്ങൾ ആ സ്പോട്ട് കണ്ടോ? മരങ്ങൾ ഫുള്ള് നിൽക്കുന്നുണ്ട്. പക്ഷെ അവന്മാർ നമ്മുടെ ബ്രോസ് കളിക്കുന്ന ആ സ്പോട്ട് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. വൈകുന്നേരം അടിപൊളി കേട്ടോ. അത് നമുക്ക് ഈ മരങ്ങളുടെ എല്ലാം കൂടെ മറഞ്ഞു കിടക്കുന്നത് കൊണ്ട് കാണാനായിട്ട് പറ്റിയില്ല. പക്ഷേ നൈസ് സ്പോട്ടായിരുന്നു അവന്മാർ കളിക്കുന്നത്, അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഏകദേശം തീരാറായി. ഇനിയിപ്പോൾ ഉള്ളത് ഒരു സ്റ്റേഷനും കൂടെ ഉള്ളൂ, അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആലപ്പുഴ എത്തി നമ്മുടെ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു. അപ്പം ഈ ഒരു അതായത് നമ്മുടെ ഈ കൊച്ചു കൊച്ചു സ്റ്റേഷൻസുകളൊക്കെ കവർ ചെയ്യുന്ന ഈ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള എല്ലാ വീഡിയോസും ഇതോടുകൂടി ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ദേ നെയിം ബോർഡ് തുമ്പോളി സ്റ്റേഷൻ, തുമ്പോളി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ നഗരമധ്യത്തിൽ നിന്നൊരു 6 കിലോമീറ്ററും നമ്മുടെ ഇതിനെപ്പറ്റി പറയാനായിരുന്നു നമ്മുടെ ശ്രദ്ധിച്ചു കേട്ടോ. ആലപ്പുഴ നഗരമധ്യത്തിൽ നിന്നൊരു 6 കിലോമീറ്ററും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നൊരു 80 കിലോമീറ്ററും കൊച്ചി നഗരത്തിൽ നിന്ന് 60 കിലോമീറ്ററും അതേപോലെ തന്നെ ചേർത്തലയിൽ നിന്ന് 20 കിലോമീറ്ററും കുട്ടനാടിൽ നിന്ന് 25 കിലോമീറ്ററും ചങ്ങനാശ്ശേരിയിൽ നിന്ന് 34 കിലോമീറ്ററും കായംകുളത്ത് നിന്ന് 52 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കുമ്പോളി ആലപ്പുഴ ചേർത്തല കൊച്ചി നഗരങ്ങളുമായി തീരദേശ റോഡ് മുഖാന്തരവും റെയിൽവേ മുഖാന്തരവും ബന്ധിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് ഞാൻ പറഞ്ഞത്. കത്തിയെങ്കിൽ മനസ്സിലായോ? എല്ലാം പോട്ടെ, എന്നിരുന്നാലും വല്ലോ മനസ്സിലായെങ്കിൽ ഓക്കെ ഫൈൻ. ഇല്ലെങ്കിൽ തുമ്പോളി ആലപ്പുഴ ജില്ലയിലെ ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷൻ, അതായിരുന്നു നമ്മളിപ്പോൾ പാസ് ചെയ്ത് വന്നത്. ഇപ്പോൾ അതാ നമ്മളെ സീറ്റ് താണ്ട, എൻ്റെ ബാഗ് ഇവിടെ ഇരിപ്പുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ പാവപ്പെട്ടവൻ്റെ സ്ലീപ്പർ ക്ലാസ് യാത്ര തന്നെയാണ്. ഇതേ കണക്കത്തുള്ള എല്ലാ ട്രെയിനുകളും എല്ലാ ജില്ലകളിലും ഉണ്ടാവും. നമ്മളെപ്പോലത്തുള്ള സാധാരണക്കാർക്ക് സ്വയം പറഞ്ഞ് സമാധാനിക്കാനും അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഇല്ലേ? എന്നിരുന്നാലും സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്താറായി. ഇത് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. ആലപ്പുഴയിലെ ലൈറ്റ് ഹൗസൊക്കെ കണ്ടിട്ട്, ലൈറ്റ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ടോ നിങ്ങൾ? കയറി കാണൂല്ലേ? എന്ത് ചോദ്യമാണ്, എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ. ഇതേ ഒരു കനാൽ, ഫുള്ള് പായലാണല്ലേ. ഞങ്ങളിവിടെ ഇതിന് ആഫ്രിക്കൻ പായലെന്നാണ് പറയുന്നത്, നിങ്ങളിവിടെ എന്തോ പറയുന്നത്? കൊല്ലത്തൊക്കെ ഇതിന് ആഫ്രിക്കൻ പായലെന്നാണ് പറയുന്നത്. ഫുള്ള് പായലായിട്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ആലപ്പുഴയുടെ നെയിം ബോർഡും കൂടെ ഇനി കണ്ടാൽ മതി. അതേ റെയിൽവേ ഗേറ്റൊക്കെ അടച്ചു. 5:20 5:25 ആവാനൊക്കെ ആയിട്ട് പോകുന്നതേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ 5:35. ഈ ട്രെയിൻ അവിടെ ചെന്നിട്ടേ നമ്മുടെ മെമോ എടുക്കത്തുള്ളൂ. നമ്മൾ ആ മെമോ കയറി പോവുകയാണല്ലോ, അതുകൊണ്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞു, വൈൻഡപ്പായി. ഞാൻ ഇനി കൊല്ലം ഒന്നും കാണിക്കുന്നില്ല. ഇവിടുന്ന് മെമൂനകത്തോട്ട് നേരെ കയറണം. ഇപ്പോൾ പോയി ടിക്കറ്റ് എടുക്കണം. 25 രൂപയായിരിക്കും ടിക്കറ്റ് കൊല്ലം വരാം. അപ്പം ആ ഒരു ടിക്കറ്റ് എടുക്കുക, നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ഇന്ന് നിങ്ങളെ ഇത്രയും കാര്യങ്ങളൊക്കെ പറയണം, പിന്നെ കുറച്ച് സംസാരിക്കണമായിരുന്നു നിങ്ങളടുത്ത്. ഈ ഒരു ട്രെയിൻ ജേണിയും പിന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളും സങ്കടങ്ങളൊക്കെ പറയാൻ നിങ്ങളല്ലേ ഉള്ളേ നമുക്ക്. അപ്പം ഇതേ കണക്കൊക്കെ ഒന്ന് പറഞ്ഞ് ഇനിയിപ്പം വണ്ടി ഇപ്പം നിൽക്കും. സമയം കാണിക്കാൻ ഇവിടെ അപ്പുറത്ത് നോക്കട്ടെ, അങ്ങ് ദൂരെ കിടന്ന് മിന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ അല്ലായിരുന്നു. കൊച്ചു റെയിൽവേ സ്റ്റേഷൻ, വലിയ യാത്രയൊന്നുമല്ല, വലിയ ട്രെയിൻ ജേണിയൊന്നും അല്ലായിരുന്നു. കുഞ്ഞൻ യാത്ര, കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് ട്രെയിനിൻ്റെ കാര്യങ്ങൾ കണ്ടു, കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ടു. സമയം എന്തോ 5:26. അപ്പോൾ ശരി, ഞാൻ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് കാണാം. ഇവനിലാണ് നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത്. നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തോട്ട് പോകുന്ന മെമു ട്രെയിനിലാണ്. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ട്രെയിൻ നമ്പർ 06013 ആലപ്പുഴ കൊല്ലം മെമു എക്സ്ട്രാ സ്പെഷ്യൽ 5:15 എടുക്കുന്നു, 7:30 കൊല്ലത്തെത്തുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തുള്ള ട്രെയിൻ ജേണീസും ട്രെയിൻ ബ്ലോഗ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ.